നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഉൽപാദന മേഖലയിൽ മാന്ദ്യമെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ താരിഫുകൾ ഡിമാൻഡിനെ ബാധിച്ചു തുടങ്ങിയെന്നും PMI ഡാറ്റ. ഡോളറിനെതിരെ വീണ്ടും റെക്കോർഡ് തകർച്ചയിൽ രൂപ. തകർച്ച തുടരാൻ സാധ്യത. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നിർണായകമെന്ന് മുന്നറിയിപ്പ്. റിസർവ് ബാങ്ക് ഇത്തവണ പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ലെന്ന് SBI. നിഫ്റ്റി 500 ഓഹരികളിൽ പ്രതീക്ഷയെന്നും റിപ്പോർട്ട്. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനം $100 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിന് അടിത്തറയിടുമെന്ന് വിദഗ്ധർ. സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും. ഒരു വർഷത്തിൽ 100% മുന്നേറ്റം നടത്തി വെള്ളി. അടുത്ത ലക്ഷ്യം $60 എന്ന് പ്രവചനം. വിശദമായ വാർത്തകൾ നോക്കാം. ഡിസംബറിലെ ആദ്യ ദിനത്തിൽ റെക്കോർഡ് നേട്ടം കാഴ്ചവെച്ച് ഇന്ത്യൻ ഓഹരി വിപണി നേരിയ ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി 27.2 പോയിന്റ് ഇടിഞ്ഞ് 26,175 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 64.77 പോയിന്റ് ഇടിഞ്ഞ് 85,641 അവസാനിച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണു ആറാണ് ചേരുന്നത്. വിഷ്ണു, ഇന്നത്തെ റെക്കോർഡ് മുന്നേറ്റത്തിന് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ വിപണിയിൽ അവസാന നിമിഷം വരെ കണ്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നത്തെ ഒരു മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സിലോട്ട് കിടക്കാം. നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റി 50 26,184 എന്നൊരു നിലയിൽ 18 പോയിൻറ്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 0.07% ഇടിവ്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,700 എന്നൊരു ലെവലിൽ 52 പോയിൻറ്റിൻ്റെ ഇടിവിൽ 0.09% ഒരു ഫ്ലാറ്റ് ഇടിവ് എന്ന രീതിയിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു നിഫ്റ്റി 50യുടെയൊക്കെ ഒരു അഡ്വാൻസ് ഡിക്ലറേഷൻ കൂടി നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്ന് ട്രേഡിംഗ് ക്ലോസ് ചെയ്തപ്പോൾ ഒരു 50-50 എന്ന രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. 25 ഓഹരികൾ നേട്ടം, 25 ഓഹരികൾ ഇടിവ് എന്നൊരു രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്ന ഓഹരികൾ എടുക്കുമ്പോൾ അൾട്രാടെക് സിമെൻ്റ് ആണ് അവസാനം ഒരു ക്ലോസിംഗ് നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുന്ന ഓഹരിയായി മാറിയത്. 3.56% നേട്ടം കാണുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ 1.8% നേട്ടം, മാരുതി 1.42% നേട്ടം, VL 1.28% നേട്ടം. കൂടാതെ ഏഷ്യർ മോട്ടോഴ്സ്, കോട്ടക് ബാങ്ക്, HCL ടെക് തുടങ്ങിയ ഓഹരികളൊക്കെ 1% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തി. കോൾ ഇന്ത്യ, അദാനി പോർട്ട്, ടെക് മഹീന്ദ്ര, എറ്റേണൽ, ONGC, NTPC, ഹിൻഡൽകോ തുടങ്ങിയ ഓഹരികളും നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇടിവിലോട്ട് വരുമ്പോൾ മാക്സ് ഹെൽത്തിൽ 2.67% ഇടിവ്, ഇൻഡിഗോ 2.19% ഇടിവ്, ബജാജ് ഫിനാൻസ്, സൺഫാർമ തുടങ്ങിയ ഓഹരികളും 1% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ കൺസ്യൂമർ, ട്രെൻഡ്, അപ്പോളോ ഹോസ്പിറ്റൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡിംഗ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് 5 ഓഹരികൾ നേട്ടം, 7 ഓഹരികൾ ഇടിവെന്ന രീതിയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ ഇടിവിലാണ് അവസാനിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണുവാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. രാജ്യത്തിന്റെ ഉൽപാദന മേഖലയിൽ മാന്ദ്യമെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ താരിഫുകൾ ഡിമാൻഡിനെ ബാധിച്ചു തുടങ്ങിയെന്നും PMI ഡാറ്റ. ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശങ്ക നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ഉൽപാദന മേഖലയുടെ വളർച്ച നവംബറിൽ 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കെത്തി. HSBC ഇന്ത്യ മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. PMI ഒക്ടോബറിലെ 59.2 എന്ന ശക്തമായ നിലയിൽ നിന്ന് നവംബറിൽ 56.6 കുറഞ്ഞു. അമേരിക്കൻ താരിഫുകൾ ഡിമാൻഡിനെ ബാധിച്ചു തുടങ്ങിയതിന്റെ ഞെട്ടിക്കുന്ന സൂചനയാണിതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും തുടർച്ചയായ 53-ാം മാസവും PMI 50 നിലവാരത്തിനു മുകളിൽ നിലനിൽക്കുന്നു എന്നത് ആശ്വാസകരമാണ്. കഴിഞ്ഞ പാദത്തിൽ 8.2% എന്ന മികച്ച GDP വളർച്ച രാജ്യം നേടിയിരുന്നു. എന്നാൽ ഈ വളർച്ചയ്ക്ക് US താരിഫുകൾ തിരിച്ചടിയായേക്കും. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 50% താരിഫുകളാണ് ഉൽപ്പന്ന ആവശ്യകത കുറയുന്നതിന് പ്രധാന കാരണം. പുതിയ കയറ്റുമതി ഓർഡറുകളുടെ വളർച്ച ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ്.
ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ വിൽപ്പന വർധനവിനിടയിലും അന്താരാഷ്ട്ര ഡിമാൻഡ് കുറയുകയാണ്. യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ ഏകദേശം 9% വാർഷികാടിസ്ഥാനത്തിൽ കുറവ് വന്നതോടെ ഇന്ത്യയുടെ വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലുമെത്തി. നവംബറിലെ PMI US താരിഫുകളാണ് ഉൽപാദന വളർച്ച മന്ദഗതിയിലാക്കിയെന്നത് സ്ഥിരീകരിക്കുന്നുവെന്ന് HSBC ചീഫ് ഇന്ത്യ എക്കണോമിസ്റ്റ് പ്രജ്വൽ ഭണ്ഡാരിയും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡോളറിനെതിരെ വീണ്ടും റെക്കോർഡ് തകർച്ചയിൽ രൂപ. തകർച്ച തുടരാൻ സാധ്യത. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ നിർണായകമെന്ന് മുന്നറിയിപ്പ്. US ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് 89.713 എന്ന നിലവാരത്തിലേക്കാണ് എത്തിയത്. ഈ വർഷം ഇതുവരെ 4% മൂല്യത്തകർച്ചയാണ് രൂപ നേരിട്ടത്. ബാങ്ക് ഓഫ് ബറോഡയിലെ സാമ്പത്തിക വിദഗ്ധയായ അദിതി ഗുപ്ത പറയുന്നത് ആഗോളതലത്തിൽ ഡോളറിന് ശക്തി കുറഞ്ഞു എന്നാണ്. എന്നിട്ടും രൂപയുടെ മൂല്യം ഇടിയുന്നത് ശ്രദ്ധേയമാണ്. നവംബറിൽ മാത്രം രൂപയുടെ മൂല്യം 0.8% ഇടിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ രൂപയുടെ ഈ ഇടിവിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിൽ നേരിടുന്ന കാലതാമസമാണ്. നവംബറോടെ ആദ്യഘട്ട കരാർ ഉണ്ടാകുമെന്നത് ഡിസംബറോടെ എന്നായിട്ടുണ്ട്. GDP-യിലെ മുന്നേറ്റം പോലെ തുണയായില്ല. അതിനാൽ വ്യാപാര കരാർ അനിശ്ചിതത്വം വെല്ലുവിളിയാണെന്നും അവർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ഇറക്കുമതിക്ക് ഡോളറിനുള്ള ഉയർന്ന ആവശ്യമാണ് നേരിടുക. കൂടാതെ വിദേശത്തു നിന്നുള്ള പണമൊഴുക്കിലെ കുറവ്, ഉയർന്ന വ്യാപാര കമ്മി എന്നിവയും പ്രതിസന്ധിയാണെന്നും അദിതി ഗുപ്ത നിരീക്ഷിക്കുന്നു. അതേസമയം രൂപയുടെ മൂല്യം ഇടിയാനുള്ള പ്രവണത തുടരാനാണ് സാധ്യതയെന്നാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രവചനം. US-ഇന്ത്യ വ്യാപാര കരാറിന്റെ പുരോഗതി നിർണായകമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 90.00 നിലവാരത്തിലേക്ക് രൂപ എത്തുമെന്നാണ് LKP സെക്യൂരിറ്റീസിന്റെ നിരീക്ഷണം. അതേസമയം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമാണ് പ്രതീക്ഷയുള്ള വിലയിരുത്തൽ നടത്തിയത്. ഈ വർഷം ഏകദേശം 4% മൂല്യത്തകർച്ച സംഭവിച്ചതിനാൽ അടുത്ത തന്നെ കാര്യമായ തുടരിടിവുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അവരുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിസർവ് ബാങ്ക് ഇത്തവണ പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ലെന്ന് SBI. നിഫ്റ്റി 500 ഓഹരികളിൽ പ്രതീക്ഷയെന്നും റിപ്പോർട്ട്. റിസർവ് ബാങ്ക് 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകൾ ശക്തമായ GDP വളർച്ച കണക്ക് വന്നതോടെ മങ്ങി. GDP വളർച്ച 8.2%. എന്നാൽ ചില്ലറ പണപ്പെരുപ്പം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. ഈ വിരുദ്ധ സൂചനകൾ കാരണം ഡിസംബറിലും നിരക്ക് നിലനിർത്തുമെന്നാണ് SBIയുടെ നിരീക്ഷണം. നിരക്കുകൾ നിലനിർത്തുകയാണെങ്കിൽ ബാങ്കുകൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഓഹരികളിൽ വലിയ പ്രതിഫലനമുണ്ടാകില്ല. അതേസമയം US വിപണിയിലെ S&P 500-ൽ സെക്ടറൽ കോൺസെൻട്രേഷൻ റിസ്ക് വർദ്ധിക്കുന്നതായും SBI നിരീക്ഷിക്കുന്നു. ഇന്ത്യയുടെ നിഫ്റ്റി 500 ഇൻഡെക്സ് എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാണെന്നും റിപ്പോർട്ട് പറയുന്നു. S&P സൂചികയുടെ ഭൂരിഭാഗവും ചുരുക്കം വമ്പൻ കമ്പനികളെ അമിതമായി ആശ്രയിക്കുന്നു എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഏറ്റവും വലിയ 10 കമ്പനികൾക്ക് ഏകദേശം 40% വെയിറ്റേജാണ് ഇപ്പോൾ സൂചികയിലുള്ളത്. ടെക്, ഫിനാൻസ് മേഖലകൾ ഒഴികെയുള്ള മറ്റ് US മേഖലകളുടെ വളർച്ചാ സൂചനകൾ ആശങ്കയുണർത്തുന്ന നിലയിലാണെന്നും SBI പറയുന്നു. എന്നാൽ നിഫ്റ്റി 500-ലേക്ക് വരികയാണെങ്കിൽ സൂചിക ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ മെച്ചപ്പെട്ട സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. കാരണം നിഫ്റ്റി 500-ൽ വിവിധ മേഖലകളിൽ നിന്നുള്ള കമ്പനികളുടെ മികച്ച പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. സൂചികയിലെ ഏറ്റവും വലിയ കമ്പനികളുടെ മൊത്തം വെയിറ്റേജ് 25% മാത്രമാണ്. ഈ വൈവിധ്യം വലിയ നേട്ടമാണ്. ഒരു പ്രത്യേക മേഖല മോശം പ്രകടനം കാഴ്ചവെച്ചാൽ പോലും മറ്റു മേഖലകളിലെ വളർച്ച മൊത്തത്തിലുള്ള വിപണിയെ താങ്ങി നിർത്താൻ സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനം $100 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിന് അടിത്തറയിടുമെന്ന് വിദഗ്ധർ. സന്ദർശനം ഇന്ത്യ-റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഡിസംബർ 4-5 തീയതികളിൽ ന്യൂഡൽഹിയിൽ ബിസിനസ് ഫോറം സംഘടിപ്പിക്കും. 2030 ഇരു രാജ്യങ്ങളും $100 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നു. റഷ്യൻ വിപണിയിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുക, ഡിജിറ്റൽ സേവനങ്ങളുടെ വളർച്ചാ സാധ്യതകൾ, ഇന്ത്യൻ ഔഷധ ഉൽപ്പന്നങ്ങളുടെ റഷ്യൻ വാങ്ങലുകളുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നിവയിലായിരിക്കും ഫോറം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഔഷധങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിലും ഇന്ത്യ-റഷ്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായതിനാൽ റഷ്യയിലെ ഇന്ത്യൻ തൊഴിൽ ശക്തി വളർത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക സെഷനും ഇതിൽ ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ നിന്ന് യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെ ആകർഷിക്കുന്നതിൽ റഷ്യൻ തൊഴിൽ വിപണി വർദ്ധിച്ചുവരുന്ന താൽപര്യം കാണിക്കുന്നു.
റഷ്യയിലേക്കുള്ള ഇന്ത്യൻ ഭക്ഷണങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പച്ചക്കറികൾ, റെഡിമെയ്ഡ് ഭക്ഷണം, പയറുവർഗ്ഗങ്ങൾ, ലഘുഭക്ഷണങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധതരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യൻ വിപണിയിൽ ഇതിനകം സാന്നിധ്യമുണ്ട്. 2024-25 ഇന്ത്യ റഷ്യയിലേക്ക് വെണ്ണയും പാലും കൊഴുപ്പും വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉൽപ്പന്ന ശ്രേണി കൂടുതൽ വികസിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒരു വർഷത്തിൽ 100% മുന്നേറ്റം നടത്തി വെള്ളി. അടുത്ത ലക്ഷ്യം $60 എന്ന് പ്രവചനം. ഔൺസിന് $56.99 വെള്ളി അന്താരാഷ്ട്ര വിപണിയിൽ വ്യാപാരം ചെയ്യുന്നത്. ഒക്ടോബറിൽ ലണ്ടൻ സ്ക്വീസിന്റെ സമയത്ത് സ്ഥാപിച്ച റെക്കോർഡിനെയും മറികടന്ന കുതിപ്പാണ് വെള്ളി നടത്തുന്നത്. 2025 ഇതുവരെ 93% കുതിച്ചുയർന്നു. US ജിയോളജിക്കൽ സർവേ ക്രിട്ടിക്കൽ മിനറൽസ് ലിസ്റ്റിൽ വെള്ളിയെ ഉൾപ്പെടുത്തിയതാണ് നിലവിലെ മുന്നേറ്റത്തിന് കാരണമായത്. ഇതോടെ വെള്ളിക്കുമേൽ കനത്ത താരിഫ് വരുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. സോളാർ പാനലുകൾ, EV ഘടകങ്ങൾ, AI, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ വ്യാവസായിക ആവശ്യകതയിലെ കുതിച്ചുചാട്ടം, സോളാർ വ്യവസായത്തിൽ നിന്നുള്ള ആവശ്യമുയർന്നത്, തുടർച്ചയായ 5ാം വർഷവും വെള്ളിയുടെ വിതരണത്തിൽ കുറവുണ്ടായതും വെള്ളിക്ക് കരുത്തായി. എൻഡിച്ച് മണി CEO പൊന്മുടി പറയുന്നത്, ഇപ്പോൾ നടക്കുന്നത് 1980-ലെ ഊഹക്കച്ചവടമല്ല. വെള്ളി വ്യാവസായിക ലോഹമായി പരിണമിക്കുകയും ആഗോള വിപണിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തുവെന്നതിന്റെ ഉറപ്പിക്കലാണെന്നാണ്. വെള്ളിയുടെ മുന്നേറ്റം അവസാനിച്ചിട്ടില്ലെന്നാണ് വിദഗ്ധരും കരുതുന്നത്. UBS 2026 വില ഔൺസിന് $60 പ്രതീക്ഷിക്കുന്നു. ഡിസംബറിലെ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും നിക്ഷേപത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഇന്ന് പവന് 480 രൂപയാണ് വർദ്ധിച്ചത്. 95,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 60 രൂപയാണ് ഉയർന്നത്. 11,960 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയും കൂടി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 9,835 രൂപയിലെത്തി. വെള്ളി വില 183 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഉൽപാദന മേഖലയിൽ മാന്ദ്യമെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ താരിഫുകൾ ഡിമാൻഡിനെ ബാധിച്ചു തുടങ്ങിയെന്നും PMI ഡാറ്റ. ഡോളറിനെതിരെ വീണ്ടും റെക്കോർഡ് തകർച്ചയിൽ രൂപ. തകർച്ച തുടരാൻ സാധ്യത. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ നിർണായകമെന്ന് മുന്നറിയിപ്പ്. റിസർവ് ബാങ്ക് ഇത്തവണ പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ലെന്ന് SBI. നിഫ്റ്റി 500 ഓഹരികളിൽ പ്രതീക്ഷയെന്നും റിപ്പോർട്ട്. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനം $100 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിന് അടിത്തറയിടുമെന്ന് വിദഗ്ധർ. സന്ദർശനം ഇന്ത്യ-റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും. ഒരു വർഷത്തിൽ 100% മുന്നേറ്റം നടത്തി വെള്ളി. അടുത്ത ലക്ഷ്യം $60 എന്ന് പ്രവചനം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.